ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഹാസഖ്യത്തിന്റെ സ്ഥാനാർത്ഥി ചിത്രം തെളിഞ്ഞു. RJD 143 സീറ്റിലും കോൺഗ്രസ് 61 സീറ്റിലും മത്സരിക്കും. 4 സീറ്റുകളിൽ കോൺഗ്രസും RJDയും പരസ്പരം മത്സരിക്കുന്നുണ്ട്. അതിനിടെ മഹാസഖ്യത്തിനെതിരെ കടുത്ത വിമർശനവുമായി BJP രംഗത്ത് വന്നു. മുന്നണിക്കുള്ളിലെ പ്രശ്നം പരിഹരിക്കാനാകാത്തവർക്ക് എങ്ങനെ ബീഹാറിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാകുമെന്ന് BJP ചോദിച്ചു. അതേസമയം പണം ഉൾപ്പെടെ 64 കോടി രൂപയുടെ വസ്തുക്കൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തു. 143 സീറ്റിലേക്കുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് RJD രംഗത്തെത്തിയതോടെയാണ് സീറ്റ് വിഭജനത്തിൽ വ്യക്തത വന്നത്. 24 വനിതകൾ RJDയുടെ സ്ഥാനാർത്ഥി പട്ടികയിലുണ്ട്. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയും RJD നേതാവുമായ തേജസ്വി യാദവ് രാഘോപൂരിൽ നിന്നും ജനവിധി തേടും. ദർഭംഗ റൂറിൽ നിന്ന് ദിലീപ് യാദവും ബിഹാരിഗഞ്ചിൽ നിന്ന് രേണു കുഷ്വാഹയും മത്സരിക്കുന്നു. പ്രേമ ചൌധരിയാണ് ഫത്തേപൂരിലെ സ്ഥാനാർത്ഥി. സീറ്റ് വിഭജനം പൂർത്തിയാകുമ്പോൾ പ്രധാന സീറ്റുകളിൽ കോൺഗ്രസും RJDയും പരസ്പരം മത്സരിക്കുന്നുണ്ട്. രണ്ടാംഘട്ട വോട്ടെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി 23 അതിനിടയിൽ പ്രശ്നപരിഹാരമുണ്ടായില്ലെങ്കിൽ പലയിടത്തും പ്രതിപക്ഷ അനൈക്യം ഭരണപക്ഷത്തിന് അനുകൂലമാകും. സിക്കന്ദ്ര, ലാൽഗഞ്ച്, വൈശാലി തുടങ്ങിയ മണ്ഡലങ്ങളിലാണ് RJD കോൺഗ്രസ് പോര്. ചില മണ്ഡലങ്ങളിൽ RJDക്കും കോൺഗ്രസിനും എതിരാളി CPI ആണ്. അതേസമയം മഹാസഖ്യത്തിന്റെ സീറ്റ് വിഭജനത്തെയും തർക്കത്തെയും പരിഹസിച്ച് BJP സംസ്ഥാന അധ്യക്ഷൻ രംഗത്തെത്തി. മുന്നണിക്കുള്ളിലെ തർക്കങ്ങൾ പരിഹരിക്കാൻ കഴിയാത്ത പാർട്ടികൾ എങ്ങനെയാണ് ബീഹാറിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്ന് ദിലീപ് ജയ്സ്വാൾ ചോദിച്ചു. बिहार की मतदाता देख रही है कि जिस तरह से महागठबंधन में कांग्रेस, राजद, VIP और इन लोगों में सर फुटौवल हो रहा है और जिस तरह से लोकतंत्र का चौथा स्तंभ और सोशल मीडिया और मीडिया ने वीडियो दिखाया है. അതിനിടെ പെരുമാറ്റച്ചട്ട ലംഘനം കണ്ടെത്തിയതിനെ തുടർന്ന് തെരഞ്ഞെടുപ്പ് സ്ക്വാഡ് ബീഹാറിൽ നടത്തിയ പരിശോധനയിൽ പണം ഉൾപ്പെടെ 64 കോടി രൂപയുടെ വസ്തുക്കൾ പിടിച്ചെടുത്തു. 23 കോടി രൂപയുടെ മദ്യവും ഇതിൽ ഉൾപ്പെടുന്നു. 4.25 കോടി രൂപ പണമായി പിടിച്ചെടുത്തപ്പോൾ 14 കോടി രൂപയുടെ സമ്മാനങ്ങളും 16 കോടി രൂപയുടെ മയക്കുമരുന്നും പിടിച്ചെടുത്തവയിൽ ഉൾപ്പെടുന്നു. 753 പേരെ സംഭവവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിർത്തി പ്രദേശങ്ങളിൽ ഉൾപ്പെടെ പരിശോധന ശക്തമാക്കാനാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അമൃത ന്യൂസ്, ന്യൂഡൽഹി.